തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിനു പിന്നിൽ കായിക മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമാണെന്ന് എസ് സുധീർ 24 പറഞ്ഞു. തന്നെ നീക്കാൻ ഇരുവരും ഗൂഢാലോചന നടത്തി. ദേശീയ ഗെയിംസിൽ ഒത്തുതീർപ്പ് നടന്നെന്ന മന്ത്രിയുടെ പ്രസ്താവന കുട്ടികളെ വേദനിപ്പിച്ചെന്നും എസ് സുധീർ. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് സുധീറിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായിക വകുപ്പ് ഒരു ഉത്തരവ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് നൽകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് സുധീർ തന്നെ 24 ന്യൂസിനൊപ്പം ചേരുകയാണ്. താങ്കൾക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒന്നാമത് സംസ്ഥാന സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, കുട്ടികളെ സമരത്തിനിറക്കി. പിന്നെ അതേപോലെ തന്നെ ഈ ദേശീയ ഗെയിംസിന് പോയപ്പോൾ അവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗമായിട്ട് അതിന് ഓണറേറിയം വാങ്ങി. അങ്ങനെ പല ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിലെന്താണ് താങ്കൾക്കുള്ള ഒരു വിശദീകരണം? ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത ബീച്ച് ഹാൻഡ്ബോൾ കായിക താരങ്ങളെ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ സ്വീകരണങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ മടങ്ങി എത്തുമ്പോഴാണ് ഈ വാർത്ത കുട്ടികളിൽ എത്തിക്കുന്നത്. അവരെ വളരെ വേദനിക്കുക മാത്രമല്ല, ഇത്രയും വളരെ വിഷമത്തോടെ അവർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. എനിക്കും അതിലും എനിക്ക് വിഷമമുണ്ടായി. അങ്ങനെയാണ് കുട്ടികളുടെ ഈ കൗൺസിലിൽ വന്ന് ഇത് പ്രതിഷേധിക്കണമെന്ന് കുട്ടികളും കേരള ഹാൻഡ്ബോൾ അസോസിയേഷനും ഒത്ത് തീരുമാനിച്ചതായിട്ടാണ് ഇവിടെ ഈ ഒരു തീരുമാനം. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യമല്ല ഇത് കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അതിന് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ഞാനൊരു ഹാൻഡ്ബോൾ കായിക താരമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുവെന്ന് ആരോപണമുണ്ട്. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ തെളിയിക്കട്ടെ അവർ. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ഈ കായിക മന്ത്രിയും ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തമ്മിലുള്ള പോര് മുറുകുന്നതിൻ്റെ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? SKN എന്തായാലും നിലവിൽ ഇരുവരും തമ്മിലുള്ള ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിന് ഒരു അറുതിയുമില്ല. ഇന്നലെയാണ് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ടുള്ള സുധീറിനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായിക വകുപ്പ് ഒരു ഉത്തരവിറക്കിയത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനായിരുന്നു ആ ഉത്തരവ് നൽകിയത്. അദ്ദേഹത്തിനെ നീക്കണമെന്നും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് അദ്ദേഹം നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ തന്നെ ഇറങ്ങും. അദ്ദേഹം ഈ ആരോപണത്തെക്കുറിച്ച് പറയുന്നത്, അതായത് അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് പ്രധാനമായും ഈ സംസ്ഥാന സർക്കാരിനെതിരെ കായിക വകുപ്പിനെതിരെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഒപ്പം തന്നെ ഈ ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണിത്. ഇദ്ദേഹം ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഈ കുട്ടികളുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് പോയിരുന്നു. അതോടൊപ്പം ഈ അസിസ്റ്റന്റ് കോച്ചായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ പോയപ്പോൾ തന്നെ അവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഓണറേറിയം വാങ്ങിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇതെല്ലാം തള്ളുകയാണ് സുധീർ. ഇതിന് പിന്നിൽ കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലുള്ള ചിലരും ഒപ്പം തന്നെ സ്പോർട്സ് കൗൺസിലുള്ള ഓഫീസിലുള്ള ചിലരുമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അദ്ദേഹത്തിനെ നീക്കിയതിന് പിന്നാലെ തന്നെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തിയിരുന്നു. ഈ കായിക വകുപ്പിൻ്റെ ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ സുധീർ പറയുന്നത് ഈ കുട്ടികൾ സമരത്തിനിറങ്ങി, അതായത് സ്പോർട്സ് കൗൺസിലിന് മുന്നിൽ തങ്ങളുടെ മെഡൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് ഇറങ്ങിയത് താൻ ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ്. കാരണം മന്ത്രിയുടെ പ്രസ്താവന ഈ ദേശീയ ഗെയിംസിൽ ഒത്തുതീർപ്പിലൂടെയാണ് കേരളത്തിന് വെള്ളി കിട്ടിയത് എന്ന മന്ത്രിയുടെ പ്രസ്താവനയെ കുട്ടികളെ വേദനിപ്പിച്ചു. അതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരമാണ് അവർ കൗൺസിൽ ഓഫീസിൽ വന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ സമരത്തിന് പിന്തുണ താൻ അർപ്പിച്ചത്. അല്ലാതെ മറ്റൊരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്നാണ് സുധീർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ നീക്കിക്കൊണ്ടുള്ള കായിക വകുപ്പിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കായിക വകുപ്പിൻ്റെ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് സുധീറും ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.